إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പിഴവുകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ. അള്ളാഹു എല്ലാ ആളുകൾക്കും ആശ്വാസവും സൗഖ്യവും സമാധാനവും ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങളായിക്കൊണ്ടാണ്. ഒരു വിഭാഗം സ്ത്രീജനങ്ങളായും മറുവിഭാഗം പുരുഷന്മാരായിട്ടും. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഈ രണ്ട് വിഭാഗങ്ങളായാണ് അല്ലാഹു പറഞ്ഞയച്ചിരിക്കുന്നത്. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അഭൗതികമായ ഒരു തരം ആകർഷണീയതയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയുണ്ടായി. ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ആകർഷണീയത തോന്നും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആകർഷണീയത ഒരു സ്ത്രീക്ക് പുരുഷനോടും, ആണിന് പെണ്ണിനോടും, പെണ്ണിന് ആണിനോടും തോന്നും. അടിസ്ഥാനപരമായി ഇതൊരിക്കലും മോശപ്പെട്ട ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം നമുക്കതിനെ പഠിപ്പിച്ചു നൽകുന്നത്. മറിച്ച് വളരെ പ്രകൃതിപരമായ, ജൈവികമായ, സ്വാഭാവികമായ, മാനുഷികമായ, അതല്ലെങ്കിൽ അതിനുമപ്പുറത്ത് ദൈവികമായ
ഒരു പ്രക്രിയയാണത്. അള്ളാഹു ആണ് ആ അർത്ഥത്തിലുള്ള ഒരു ആകർഷണീയത നമുക്കിടയിൽ, പരസ്പര ആകർഷണീയത നമുക്കിടയിൽ വെച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഇന്നും മനുഷ്യർ അവശേഷിക്കുന്നത്, പുതിയ തലമുറകൾ ഇവിടെ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു ആകർഷണീയതയുടെ ഫലമായിട്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് തന്നെ വംശനാശം സംഭവിച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ പുതിയ തലമുറകളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുണയോടെയും വാർത്തെടുക്കാൻ, അവരെ മുലയൂട്ടാൻ അള്ളാഹു സംവിധാനിച്ച വളരെ ഉന്നതമായ, അങ്ങേയറ്റം പവിത്രമായ ഒരു സംവിധാനമാണ് സത്യത്തിൽ ഈ ഒരു ആകർഷണീയത എന്നുള്ളത്, പരസ്പര ആകർഷണീയത എന്നുള്ളത്. എന്നാൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ച രൂപത്തിലല്ലാതായിട്ട് മാറുമ്പോൾ, ഈ ആകർഷണീയത തന്നിഷ്ടങ്ങളിലേക്കും സ്വന്തം ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ഇച്ഛകളെ പിൻപറ്റുന്നതിലേക്കും അള്ളാഹു അനുവദിച്ചു തന്ന മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്ന രൂപത്തിലേക്ക് അത് ചാലുമാറി ഒഴുകുമ്പോൾ അവിടെ കൊലപാതകങ്ങളും പീഡനങ്ങളും മാനഭംഗങ്ങളും ആ അർത്ഥത്തിലുള്ള ആത്മഹത്യകളും കുടുംബത്തിന്റെ തകർച്ചകളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അനവധി തെറ്റുകുറ്റങ്ങൾക്കുള്ള ഒരു പിറവിയായി, അതിനുള്ളൊരു കാരണമായി ഈ തെറ്റായ സഞ്ചാരം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹലാലാക്കിയ, പവിത്രമാക്കിയ ആ ദാമ്പത്യ ബന്ധം, കുടുംബ ബന്ധം, കുടുംബജീവിതം അത് നശിച്ചു പോകുമ്പോൾ, അതില്ലാതായി മാറുമ്പോൾ, ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം ഈ ലോകത്ത് ഇല്ലാതായിട്ട് മാറുമ്പോൾ, നമ്മുടെ നാട്ടിൽ അന്യമായിട്ട് മാറുമ്പോൾ, അവിടെ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കുന്ന തെറ്റുകുറ്റങ്ങളും തിന്മകളും ഒരിക്കലും നമുക്ക് എണ്ണിയാൽ ഒടുങ്ങൂല. അത്ര അധികം തിന്മകളാണ് അത് കാരണം ഈ ലോകത്ത് ഉടലെടുത്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, നിരവധി ആളുകളുടെ ദാമ്പത്യ ജീവിതം തകരുന്നു, സ്വസ്ഥമായ സൗര്യമായ ജീവിതം പല ആളുകൾക്കും അന്യമായിട്ട് മാറുന്നു. അതിൻ്റെ എല്ലാം മൂല കാരണം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ആകർഷണീയതയിലേക്കാണ് അത് വന്നെത്തുക, അത് ചെന്നെത്തുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ അങ്ങേയറ്റം പരിചിതമായ ആ ആയത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്മരിച്ചു നോക്കേണ്ടത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിരവധി തവണ കേട്ട് നാം പഠിച്ച് നമുക്ക് അങ്ങേയറ്റം പരിചയസമ്പന്നമായ ഒരു വചനമാണത്, ഒരു ആയത്താണത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളെ ഈ രൂപത്തിൽ അസ്വാജകളായി, ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണത്രേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ആർക്കാണ് അതൊരു ദൃഷ്ടാന്തമായി അനുഭവപ്പെട്ടിരിക്കുന്നത്? വാചക കസ്രത്തുകൾക്കപ്പുറത്ത് ദാമ്പത്യ ജീവിതവുമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ മവദ്ദത്തും റഹ്മത്തും ആയത്തും, ഇതൊന്നും തന്നെ നമുക്ക് സംസാരത്തിലൂടെ, അതല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വാചകങ്ങളിലൂടെ, വാക്കുകളിലൂടെ പങ്കുവെക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതെല്ലാം അനുഭവതലത്തിൽ മാത്രം നിലനിൽക്കുന്ന സാധനങ്ങളാണ്. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, നമുക്കെപ്പോഴെങ്കിലും ഇതൊരു ദൃഷ്ടാന്തമായിട്ട് വർഷങ്ങളായി ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കെപ്പോഴെങ്കിലും ഇത് ആർത്ഥത്തിലുള്ള ദൃഷ്ടാന്തമായി, ആയത്തായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആർത്ഥത്തിലുള്ള വല്ല അനുഭൂതിയും അത്ഭുതങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വല്ല മാറ്റങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. മറുവശത്ത് ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഏതൊക്കെ തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈയിടയിൽ ഇന്നലെ ഒരു വാർത്ത കണ്ടു. വെറും 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി, കൊറിയയിലുള്ള ഒരു യുവാവുമായിട്ട് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. വെറും 2 ആഴ്ച കാലം മാത്രമേ ആ ബന്ധം നീണ്ടു നിന്നുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ യുവാവ് മരണപ്പെട്ട വാർത്തയാണ് ഈ കുട്ടിയുടെ കാതുകളിലേക്ക് എത്തുന്നത്. ഈ വാർത്ത അറിഞ്ഞതോടുകൂടി ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ആ പെൺകുട്ടി എഴുതിയ ആ കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ ഇത്രയും കാലത്തിനിടയിൽ എന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയ, എന്നെ ഉൾക്കൊണ്ട ഒരു മനുഷ്യനും ലോകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഇവിടെ ജീവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്തു പോയത്.
വെറും 2 ആഴ്ച മാത്രമുള്ള ബന്ധം, അതും ഓൺലൈനായിട്ടുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു ബന്ധം. ആ ഒരു ബന്ധത്തിന്, അതിലൂടെ അവരിൽ രൂപപ്പെട്ട ആ ഒരു സ്നേഹത്തിന്, പ്രണയത്തിന് ഒരു ജീവന്റെ വില അവർ കൽപ്പിക്കുന്നുവെങ്കിൽ ഇതൊരു ഹറാമായ ബന്ധത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അർത്ഥത്തിൽ നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ആസ്തി വരുന്ന സ്വത്ത് വകകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ നമുക്കിന്ന് പുതുമയുള്ള വാർത്തകളൊന്നുമല്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ സ്നേഹത്തിന് വേണ്ടി, പ്രണയത്തിന് വേണ്ടി, ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സ്നേഹിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം. അതിന് ആ അർത്ഥത്തിലുള്ള വിലയാണ് മനുഷ്യന് കൽപ്പിക്കുന്നത് എന്നുള്ളത്. ഇത് ഹറാമായ ബന്ധത്തെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹലാലായ ബന്ധങ്ങൾ ഏതർത്ഥത്തിലുള്ള അനുഭൂതിയും, ഏതർത്ഥത്തിലുള്ള ആസ്വാദനവും, ഏതർത്ഥത്തിലുള്ള അത്ഭുതവും മാറ്റവുമായിരുന്നു നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സൃഷ്ടിക്കേണ്ടിയിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിനേക്കാൾ 10 മടങ്ങ്, ഒരുപാട് ഇരട്ടി ആസ്വാദനം ഹലാലിൽ വെച്ചിട്ടുണ്ട്. ഈ ഹലാലായ ബന്ധങ്ങൾ നമുക്കിന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഹലാലായ ബന്ധങ്ങളിൽ വല്ല അനുഭൂതിയോ നമുക്കിന്ന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതല്ല അങ്ങേയറ്റം ജഡിലമായ, വറ്റി വരണ്ടുണങ്ങിപ്പോയ ചില നിഷ്ക്രിയമായ ക്രയവിക്രയങ്ങളായിട്ട് അത് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളിന്ന് വലിയ രൂപത്തിൽ പരാതി പറയാറുണ്ട്. എന്താണ് പരാതി? നമ്മുടെ പുതുതലമുറക്ക് വിവാഹത്തോട് വിരക്തിയാണ്, വിമുഖതയാണ്, അതിനോട് അവർക്ക് താല്പര്യമില്ല. അതിന് നമ്മൾ കുറ്റം പറയുക ലിബറലുകളെയാണ്. ലിബറലിസത്തെ കുറ്റം പറഞ്ഞ് നമ്മൾ കൈ കഴുകാം എന്ന് നമ്മൾ കരുതരുത്. അതിനുമപ്പുറത്തേക്ക് ലിബറലുകൾക്ക് വളമാകുന്നത് നമ്മുടെ ഈ വറ്റ് വരണ്ടുണങ്ങിപ്പോയ ഈ അർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും തന്നെയാണ്. എന്തിനാണ് ഞാൻ കുടുംബജീവിതം നയിക്കുന്നത്? എൻ്റെ ഉമ്മയെയും വാപ്പയെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും നോക്കിക്കഴിഞ്ഞാൽ എത്ര കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും പുതുതലമുറയിലുള്ള മക്കൾ ചിന്തിക്കുന്നത് സ്വാഭാവികതയാണ്. അവിടെ സത്യത്തിൽ ആ ജീവിതത്തിന്റെ മനോഹാരിതയും, ആ ജീവിതത്തിന്റെ സൗന്ദര്യവും ഭംഗിയും നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, അത് ആദ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാധിക്കാത്ത കാലത്തോളം ഇതിനുള്ള ഒന്നാമത്തെ പ്രതികൾ ഇന്ന് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും തന്നെയാണ് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അള്ളാഹുവാണ് നിങ്ങൾക്കിടയിൽ കരുണയും മവദ്ദത്തും നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇണയോട്, ഭാര്യയോട് തോന്നുന്ന സ്നേഹം എന്നുള്ളത്, ആകർഷണീയത എന്നുള്ളത്, കരുണ എന്നുള്ളത്, അതെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് നമുക്ക് തോന്നുന്ന സ്നേഹം എന്നുള്ളത്, അത് അള്ളാഹുവാണ് നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നിരിക്കുന്നത് എന്ന ഒരു ആലോചന ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കുക. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് നശിച്ചു പോകുന്ന, അതിനെ നശിപ്പിച്ച് കളയുന്ന സകല പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹുവിനോട് അവൻ എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തോടുള്ള ആദരവാണ്. അത് ഇല്ലായ്മ ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുന്നത്, അതിനെ പരിപോഷിപ്പിക്കാതെ, അതിനെ സംരക്ഷിക്കാതെ, അതിനെ പരിപാലിക്കാതെ, അതിനെ നശിക്കാൻ വിടുന്നത് അള്ളാഹു എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തോടുള്ള അനാദരവായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോഴാണ് ആ സ്നേഹത്തിന് വേണ്ടി, ആ സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില പ്രയത്നം, ചില പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുക. ഈ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് നമ്മുടെ ഈ സ്നേഹം നിലനിർത്താൻ, ഈ ദാമ്പത്യ ജീവിതം ഊഷ്മളമാക്കാൻ, നമ്മുടെ കുടുംബജീവിതം സ്വർഗീയമാക്കാൻ, ആസ്വാദികരമാക്കി മാറ്റാൻ, സന്തോഷകരമാക്കി മാറ്റാൻ എന്ത് പ്രയത്നമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചു. എന്ത് പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതർത്ഥത്തിലുള്ള കഠിനാധ്വാനമാണ് അത് നിലനിർത്താൻ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കമിതാക്കളുടെ ജീവിതം നമ്മുടെ അവരുടെ ജീവിതത്തിൽ നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ കമിതാക്കള്, കാമുകന്മാര് ആ സ്നേഹം നിലനിർത്താൻ അവരെടുക്കുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു നോക്കൂ. ആ സ്നേഹം നശിച്ചു പോകാതിരിക്കാൻ, കൈവിട്ടു പോകാതിരിക്കാൻ പല വിധത്തിലുള്ള റിസ്കുകളും അവരെടുക്കും. എന്തും ത്യജിക്കാൻ അവർ തയ്യാറാകും. ഈ ഹലാലായ ബന്ധത്തെ സംരക്ഷിക്കാനും അതിനെ നിലനിർത്താനും നമ്മൾ എന്ത് പണിയാണ് എടുക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഹലാലായ ബന്ധം നശിച്ചു പോകുക, അതിലുള്ള ആസ്വാദനം ഇല്ലാതാക്കുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. പിശാചാണ് ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിലിട്ടത്. ഇതിലൊന്നും വലിയ ആസ്വാദനമൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ജീവിച്ചു പോയാൽ മതി. ജഡിലമായ ഏത്തിൽ വരണ്ട ഒരു ജീവിതം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, നിയമവശമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോവുക. 10 വർഷം മുമ്പുള്ള കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതിൽ 65% കുടുംബങ്ങൾ
അവർ വിവാഹമോചനം നേടാത്തത് നമുക്കിന്ന് വലിയ പരാതിയാണ്. ഇന്നത്തെ സമൂഹം പെട്ടെന്ന് വിവാഹമോചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ പഴയ തലമുറകളിൽ വിവാഹമോചനം നടക്കാതിരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അവർ പറയുന്നുണ്ട് 65% കുടുംബങ്ങൾ വിവാഹമോചനം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മക്കളെ ഓർത്തുകൊണ്ട്, കുടുംബത്തിലെ ആളുകളുടെ വർത്തമാനങ്ങൾ ഓർത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ്, അതുകൊണ്ടുള്ള എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മടിച്ച് അതിനോട് വിമുഖത കാണിക്കുന്ന ആളുകളാണ് 65% എന്ന് 10 വർഷം മുമ്പ് നടത്തപ്പെട്ട കണക്ക് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ത് ദൃഷ്ടാന്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, എന്ത് മവദ്ദത്താണുള്ളത്, എന്ത് റഹ്മത്താണുള്ളത്. വെറുതെ നിക്കാഹിന്റെ സദസ്സുകൾ ഇങ്ങനെ വാചാലമാകുക എന്നതിനപ്പുറത്തേക്ക് ആ മവദ്ദത്തും ആ റഹ്മത്തും എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്നാമത്തെ കാരണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാറില്ല എന്നത് തന്നെയാണ്. ആ സ്നേഹത്തിന് വേണ്ടി, ആ സ്നേഹം നിലനിർത്താൻ, അതിനെ ഊഷ്മളമാക്കാൻ ചില കഠിനാധ്വാനങ്ങൾ, ചില പണികൾ, ചില പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കുടുംബിനികളാണ് തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കാറുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുടുംബിനികൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നത് പോലെ ഭർത്താക്കന്മാർ തങ്ങളുടെ കുടുംബിനികളെ ആകർഷിക്കാൻ സൗന്ദര്യമുള്ള ആകർഷണീയമായ വസ്ത്രങ്ങൾ അണിയണം, ആ അർത്ഥത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കണം, ആ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണം എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പാഠം കിട്ടിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്, അധ്യാപനത്തിൽ നിന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ സ്നേഹം നിലനിർത്താനുള്ള പണികൾ ചെയ്തതിനേക്കാൾ അതിനെ തകർത്ത് കളയുന്ന പണികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാത്ത സ്ത്രീകളെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ആകർഷണീയമായ രൂപത്തിലാണ് പോകുന്നത്. പൊതുയിടങ്ങളിലേക്ക് പോകും. ആർക്ക് വേണ്ടിയാണത്? എന്തുകൊണ്ടാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി അങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ കഴിയാത്തത്? ഒരു ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ അയാളുടെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മുഷിഞ്ഞ വസ്ത്രം ഏതാണോ ആ വസ്ത്രം ഇട്ടുകൊണ്ട് മാത്രമാണ് വീടുകളിൽ ജീവിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല സുന്ദരനായി പുറത്തേക്ക് പോകും. അത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. വീട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും മോശപ്പെട്ട രൂപമാണ് അവിടെ കാണുക. അത് ഏത് തലങ്ങളിലാണെങ്കിലും, ബാഹ്യമാകട്ടെ ആന്തരികമാകട്ടെ, ഏറ്റവും മോശപ്പെട്ട രൂപമാണ് നമ്മൾ അവിടെ കാണിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ മവദ്ദത്തും ഈ റഹ്മത്തും ഈ സ്നേഹവും ഈ കരുണയും അവിടെ നിലനിൽക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഒന്നാമതായി ആ അർത്ഥത്തിലുള്ള ചില പണികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കാറുണ്ട്, ഹറാമായ കാര്യങ്ങളുടെ കയ്പിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വാചാലമായതുകൊണ്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉപദേശിക്കുന്ന ആ ആളുകൾക്ക് ഹലാലിന്റെ സൗന്ദര്യവും മധുരവും നമ്മൾ കാഴ്ചവെക്കണം. അതുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഹലാലായ കാര്യങ്ങളുടെ മധുരം, അതിലെ രസം, അതിലെ അനുഭൂതി അത് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ഹറാമിന്റെ അഭംഗിയും അതിന്റെ അരോചകത്വവും നമ്മളിങ്ങനെ പറഞ്ഞു നിന്നതുകൊണ്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ലിബറലിസത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അതിനെ ന്യായീകരിക്കുകയല്ല. ആ മക്കള് അതിനെ മറുവശത്തേക്ക് നോക്കും. മറുവശത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അതിനേക്കാൾ കഷ്ടതയുള്ള, അതിനേക്കാൾ ജീർണിച്ച ഒരു കുടുംബജീവിതമാണ്, അതിനേക്കാൾ ജീർണിച്ച സംസ്കാരമാണ് അവർ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ മധുരം അതിനുണ്ട് എന്ന് അവർ ധരിച്ചു പോകും. അത് സ്വാഭാവികതയാണ്. അതുകൊണ്ട് അർത്ഥത്തിൽ ചില തൊയ്യബാത്തുകൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ചില ഹലാലുകളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രണയം വജാല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ാകുമ്പോൾ അതിന് നമ്മൾ ലജ്ജിക്കരുത്, അത് കാഴ്ചവെക്കാൻ നമ്മൾ ലജ്ജിക്കരുത്. അത് ഒരിക്കലും മക്കളോടുള്ള അനാദരവാണ് എന്ന് നമ്മൾ കരുതരുത്. അങ്ങനെയുള്ളൊരു കൾച്ചർ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് തന്നെ. അത് മറ്റ് മതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കൾച്ചറാണ്, അതൊരിക്കലും ഇസ്ലാമിലെ കൾച്ചറല്ല. മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു 30-40 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ ആ അർത്ഥത്തിലുള്ള ഒരു സ്നേഹ ലാളനകളോ വാത്സല്യമോ ആ അർത്ഥത്തിലുള്ള പ്രവൃത്തികളോ ഒന്നും അവർക്കിടയിൽ ഉണ്ടാകരുത്. അവരിങ്ങനെ അകന്നകന്ന് ജീവിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരായിട്ട് അഭിനയിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയിടയിൽ സൗദി അറേബ്യയിലുള്ള ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം കേൾക്കാനിടയായി. ആ സുഹൃത്ത് പറയാണ്, അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പങ്കുവെക്കുകയുണ്ടായി, ഞങ്ങൾക്ക് ചെറിയ പ്രായം മുതൽക്ക് തന്നെ നിക്കാഹ് കഴിയാൻ, കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ കാരണവും ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ കാരണം മറ്റാരും ആയിരുന്നില്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ഈ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ രസം കണ്ടിട്ട്, അവരാസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതിയാകുമായിരുന്നു, ഞങ്ങൾക്കും ഈ രൂപത്തിലൊരു ജീവിതം എത്രയും പെട്ടെന്ന് സാധിക്കണമായിരുന്നു എന്ന് അവർ പറയാണ്. ആ കുട്ടി പറയാണ്, എൻ്റെ വാപ്പയും ഉമ്മയും ഇപ്പൊ 50-60 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും അവരൊന്നിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, അവരൊന്നിച്ച് മാത്രമാണ് പുറത്തേക്ക് പോവുക.
ചിലപ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ അവർ മാത്രം ബാൽക്കണിയിൽ ഇരുന്ന് അവർ ചിലപ്പോൾ അവരുടെ ചില സംഭാഷണങ്ങളിൽ ഏർപ്പെടും, സംസാരിക്കും, ചായ കുടിക്കും. ആ സമയത്ത് നമുക്കാർക്കും ഇത്ര വളർന്നതിന് ശേഷം പോലും നമുക്കാർക്കും ആ സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു പ്രൈവസി, സ്വകാര്യത അവർ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ വളർന്ന് ഇത്ര വലിയ എനിക്ക് മക്കളൊക്കെ ആയി, പക്ഷെ ഇപ്പോഴും ആ കുട്ടി പറയണം, ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും, എനിക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ അവരുടെ കിടപ്പ് മുറിയിലേക്ക് ഇപ്പോഴും പോകാനുള്ള അനുവാദം ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ പോകൂല, ഭയം കാരണം ഞങ്ങൾ ആരും പോവാറില്ല, റെസ്പെക്ട് കാരണം, ആദരവ് കാരണം ഏത് സമയത്തും ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലാറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംസ്കാരമാണ്. നമ്മൾ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള കാര്യങ്ങളും ഇറക്കുമതി ചെയ്യും, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം. പക്ഷെ ഈ രൂപത്തിലുള്ള ഇസ്ലാമിക സംസ്കാരങ്ങൾ പലപ്പോഴും നമ്മൾ ഇറക്കുമതി ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ ഇന്ന് സ്വകാര്യതകളില്ല, സ്വകാര്യ നിമിഷങ്ങളില്ല. നമുക്ക് സ്വന്തമായി ചില സ്വകാര്യ നിമിഷങ്ങൾ, വിശുദ്ധ ഖുർആൻ സ്വകാര്യ നിമിഷങ്ങളെ സംബന്ധിച്ചും സ്വകാര്യ ഇടങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി നമുക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ചില സമയങ്ങൾ അത് സ്വകാര്യ സമയങ്ങളാണ്, ചില ഇടങ്ങൾ അത് സ്വകാര്യ ഇടങ്ങളാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ, ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരമാണ്, ഇസ്ലാമിക കൾച്ചറാണ്. ഈ രൂപത്തിൽ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന, നമ്മൾ തള്ളിക്കളയുന്ന, അവഗണിക്കുന്ന ഈ മേഖലകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവുക. നമ്മുടെ ദാമ്പത്യ ജീവിതം അപ്പോഴാണ് കൂടുതൽ സ്വർഗീയമായിട്ട് മാറുക, അപ്പോഴാണ് കൂടുതൽ മാതൃകാപരമായിട്ട് മാറുക, അപ്പോഴാണ് വരും തലമുറക്ക് ഈ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രേരണ, ഒരു പ്രേരകം അപ്പോഴാണ് അത് സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യുഹല്ലു ലക്കുമുത് ത്വയ്യിബാത്ത് വ യുഹർരിമു അലൈഹിമുൽ ഖബായിസ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത് ചില ത്വയ്യിബാത്തുകളെ, നല്ല കാര്യങ്ങളെ, അന്യമായി പോയ ചില ഹലാലായ കാര്യങ്ങളെ അനുവദിക്കുക എന്നതാണ്, അത് ഹലാലാക്കി മാറ്റുക എന്നതാണ് ഹറാമുകൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യമായി, ഉത്തരവാദിത്തമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് എണ്ണിയിരിക്കുന്നത് യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്. ഈ രൂപത്തിൽ ഒരുപാട് ത്വയ്യിബാത്തുകൾ നമുക്കിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കിന്ന് ഹറാമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിന്ന് അതിനെ സംബന്ധിച്ച് അറിയുക പോലും, അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് എന്ന് പോലും അറിയില്ല, അത് പറയാൻ പോലും നമുക്ക് ലജ്ജയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിച്ച ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. യുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന, ഹറാമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല കാര്യങ്ങളെ, അള്ളാഹു അനുവദിച്ചിരിക്കുന്ന രസങ്ങളെയും കാര്യങ്ങളെയും ആ അർത്ഥത്തിലുള്ള ആസ്വാദനങ്ങളെയും ഹലാലായിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അത് സ്വയം നമ്മളത് തിരിച്ചറിയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ, എത്ര തന്നെ തകർന്നു പോകുന്ന കുടുംബങ്ങളാണെങ്കിലും ഈ യുരീദ ഇസ്ലാഹൻ, അവർ രണ്ടാളുകളും അത് ഇസ്ലാഹാക്കണം, അതിനെ നന്നാക്കണം, അതിനെ നേരാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമ, തീർച്ചയായും അവർക്കിടയിൽ അള്ളാഹു രഞ്ജിപ്പ് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യണം. പക്ഷേ ഇരു കൂട്ടരും ആത്മാർത്ഥമായി അതിനെ ആഗ്രഹിക്കണം. ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് ഈ ആയത്ത് സത്യത്തിൽ മധ്യസ്ഥ വഹിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ രണ്ട് ഭാഗത്ത് നിന്നും നിങ്ങൾ മധ്യസ്ഥരെ കൊണ്ടുവരണം, എന്നിട്ട് ആ പ്രശ്നത്തിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ആ ആയത്തിൽ അള്ളാഹു പറയാണ്, അവരിരുവരും രഞ്ജിപ്പ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമ, അള്ളാഹു അവർക്കിടയിൽ രഞ്ജിപ്പ് പ്രദാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ശേഷം ഇമാം റാസി പറയുന്നുണ്ട്, ഇതൊരിക്കലും ആ മധ്യസ്ഥരെ പറ്റിയിട്ടല്ല ഈ വർത്തമാനം, മറിച്ച് ആ ദമ്പതികളെ പറ്റിയാണ് ഈ വർത്തമാനം. ആ ദമ്പതികൾ അതിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനൊരു പോം വഴി കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കാതിരിക്കുക? സൂറത്തു ത്വലാഖിൽ കാണാം. സൂറത്തു ത്വലാഖിലെ ആദ്യത്തെ ആയത്തിൽ, നിങ്ങൾ ത്വലാഖ് ചെയ്തതിന് ശേഷം ഒന്നാമത്തേതോ രണ്ടാമത്തേതോ ത്വലാഖ് നടന്നു കഴിഞ്ഞാൽ, വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ, പിന്നീട് ആ ഇദ്ദ പൂർണ്ണമാകുന്നത് വരെ അവരെ നിങ്ങളുടെ വീട്ടിൽ എന്നല്ല അവരുടെ വീട്ടിൽ തന്നെ താമസിക്കണം. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അത് അവരുടെ കൂടി വീടാണ്. ആ ഇദ്ദ കാലഘട്ടം 3 മാസം നീണ്ടു നിൽക്കുന്ന ആ ഇദ്ദ കാലഘട്ടം പൂർണ്ണമാകുന്നത് വരെ, വിവാഹമോചനത്തിന് ശേഷം പോലും അവരവിടെ തന്നെ താമസിക്കട്ടെ. ശേഷം ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ, നിങ്ങൾക്ക് എന്തറിയാം, ഒരുപക്ഷെ അള്ളാഹു വല്ല മാറ്റവും അവിടെ കൊണ്ടുവന്നാലോ. അത്രമാത്രം പ്രതീക്ഷാത്മകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ദാമ്പത്യ ജീവിതത്തെ കാണുന്നത്. എത്രമാത്രം വരണ്ടതാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും ആത്മാർത്ഥമായി
ആത്മാർത്ഥമായി അതിനെ തിരികെ കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി ഈ മവദ്ദത്തും റഹ്മത്തും എനിക്ക് അനുഭവിക്കാൻ കഴിയണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവിടെ മാറ്റം കൊണ്ടുവരും എന്ന വാഗ്ദാനം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ നമ്മൾ പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക. നമുക്കറിയാം റമദാൻ അടുത്ത് വരെയാണ്. റമദാൻ അടുത്ത് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂറ ബഖറയിൽ റമദാനുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്ത് ഇങ്ങനെ കാണാം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി ആ റമദാനുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ പറയുന്ന ഒരു ആയത്താണ് സൂറ ബഖറയുടെ 187 ആയത്ത്. ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി അർറഫസു ഇലാ നിസാഇക്കും. നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു റമദാനിന്റെ രാത്രികളിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാണ്. റമദാനിന്റെ രാത്രികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നിരവധി ചിത്രങ്ങളുണ്ട്. റമദാനിന്റെ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം നമസ്കാരവും ഖുർആൻ പാരായണവും ആർത്തത്തിലുള്ള ഇബാദത്തുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അള്ളാഹു പറയാണ് ഉഹില്ല ലക്കും, റമദാനിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി അർറഫസു ഇലാ നിസാഇക്കും. നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് റമദാനിന്റെ രാത്രി അതൊന്നും മാത്രമല്ല, അർറഫസു ഇലാ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുമായിട്ടുള്ള റഫസ് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട് കേട്ടോ എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കാണ്. ചില സഹാബാക്കള് പൂർവികരായ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും രീതി അനുസരിച്ച് റമദാനായപ്പോൾ അതിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് അകന്നു നിന്നു അവരകറ്റി നിർത്തി അവരുമായി ശാരീരിക ബന്ധമൊന്നും ഇല്ലാതെ അവർ റമദാൻ കഴിച്ചു കൂട്ടിയപ്പോൾ അള്ളാഹു പറഞ്ഞു ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി അർറഫസു ഇലാ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുമായിട്ടുള്ള റഫസ് ആർത്ഥത്തിലുള്ള ബന്ധം, ശാരീരിക ബന്ധം അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കല്ല. ആ വിധി പറയാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കുമായിരുന്നു ആയത്ത്. പക്ഷേ തുടർന്ന് പറയാണ് ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ. അങ്ങനെ അങ്ങ് അഴിച്ചു മാറ്റപ്പെടേണ്ട ഒന്നല്ല ഇണകൾ എന്ന് പറഞ്ഞാൽ ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ. നിക്കാഹിന്റെ സദസ്സുകൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിന്റെ ഈ ഭാഗം, അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ്. ഇത് റമദാനുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന വിധികൾ പറയുന്നതിനിടയിലാണ് അള്ളാഹു പറയുന്നത് എന്നത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ റമദാനിന്റെ പവിത്രത പോലെ, റമദാനിന്റെ രാത്രിയുടെ പവിത്രത പോലെ പവിത്രമാണ് ഹലാലായ രൂപത്തിൽ ഹലാലായ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എത്ര മോശമെന്ന് കരുതുന്ന പ്രവൃത്തിയും അത് അള്ളാഹുവിന്റെ അടുക്കൽ അത്രമാത്രം പവിത്രമാണ് എന്നൊരു ആശയമാണ് സത്യത്തിൽ ആ ആയത്ത് നമുക്ക് നൽകുന്ന. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുൻ അലിമല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും. തുടർന്ന് പറയാണ് തീർച്ചയായും നിങ്ങളോട് തന്നെ വഞ്ചന കാണിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് അറിയായിരുന്നു. ആ വഞ്ചനയെ പറ്റി ഇമാം റാസിയും അബൂ മുസ്ലിം അൽ അസ്ഫഹാനിയെ പോലെയുള്ള ഇമാം ഫറാഹിയെ പോലെയുള്ള നിരവധി മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ആ വഞ്ചന എന്ന് പറയുന്നത് അവരുടെ ആ വികാരങ്ങളെ പിടിച്ചു നിർത്തി തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കാതിരുന്നു എന്നതാണ് അവരോട് കാണിച്ച ആ വഞ്ചന. അള്ളാഹു പറയുന്നത് അലിമല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും. അത് നിങ്ങളുടെ അറിവില്ലായ്മ മൂലവും തെറ്റിദ്ധാരണ മൂലവും ആയതുകൊണ്ട് ഫതാബ അലൈക്കും, അത് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. വഅഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ വിശാലമാക്കി തന്നിരിക്കുകയാണ്. നിങ്ങളായിട്ട് എന്തിനാണ് അതിനെടുക്കുന്നത്? വഅഫ അൻകും, അതുകൊണ്ട് ഫൽ ആന ഇനി ബാശിറുഹുന്ന, നിങ്ങൾ അവരെ സമീപിക്കുക, നിങ്ങൾ അവരുമായി സ്നേഹലാളനകൾ നടത്തുക. ബാശിറുഹുന്ന എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി സ്പർശിക്കുന്നതിനാണ് ബാശറ എന്ന് പറയാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി യുഖബ്ബിലു വയുബാശിറു വഹുവ സായിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ തന്നെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളെ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഈ ഹലാലായ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ലജ്ജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഹറാമായ കാര്യങ്ങളിലുള്ള ലജ്ജ സമൂഹത്തിൽ നഷ്ടപ്പെടും. ഹലാലുകൾ നമ്മൾ മൂടി വെച്ചുകൊണ്ടിരുന്നാൽ ഹറാമുകൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ആ ഹറാമുകൾ നിസ്സാരമായിക്കൊണ്ടേയിരിക്കും. ഹറാമുകൾ വളരെ നോർമലായിക്കൊണ്ടിരിക്കും. ഹലാലുകൾ അബ്നോർമലാകുമ്പോൾ തീർച്ചയായും അവിടെ ഹറാമുകൾ നോർമലൈസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇത്തരം ഹലാലുകൾ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. ഫൽ ആന ബാശിറുഹുന്ന, ശേഷം പറഞ്ഞു വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നതിനെ നിങ്ങൾ ആഗ്രഹിക്കുക, അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ചില മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സന്താനങ്ങളെ നിങ്ങൾ തേടുക എന്നതാണ്. മറ്റു ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞാൽ റമദാനിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആ നന്മകളെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇമാം റാസി പറയാണ്, സത്യത്തിൽ നിങ്ങൾക്ക് റമദാനിൽ അങ്ങേറ്റം ഉന്മേഷത്തോടുകൂടി ഊഷ്മളമായി നിങ്ങൾക്ക് റമദാനിൽ നന്മകളുടെ പിന്നാലെ ഇബാദത്തുകൾക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷഹ്വത്തും
നിങ്ങളുടെ ആ മറ്റു ചില ചിന്തകളും വികാരങ്ങളുമെല്ലാം ഹലാലായ രൂപത്തിൽ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് റമദാനിന്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് എന്നുള്ളതാണ്. ഈ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ആയത്ത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം എന്താണ് റമദാനും അതും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയത ഇതിലൂടെ മാത്രമേ പൂർണ്ണമാവുള്ളൂ. ഈ അർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തെ നിരാകരിച്ചുകൊണ്ട് അതിനോട് വിമുഖത കാണിച്ചുകൊണ്ട് ഒരിക്കലും ആത്മീയത പൂർണ്ണമാവില്ല. നമ്മുടെ ആത്മീയത പരിപൂർണമാക്കപ്പെടേണ്ട ഒരു ഈമാൻ പരിപൂർണമാക്കപ്പെടേണ്ട ഒരു സമയമാണ് റമദാൻ. അതുകൊണ്ടാണ് റമദാനിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഇതിനു വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന നമുക്ക് ആർത്ഥത്തിലുള്ള പ്രേരണകൾ നൽകുന്ന വചനങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചത് എന്നുള്ളതാണ്. അവസാനം ആ ആയത്ത് അവസാനിക്കുന്നത് തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന അതിരുകളാണ്. ഫലാ തഖറബുഹ, അതുകൊണ്ട് അതിനെ തകർത്ത് കളയാനുള്ള ഒരു പണിയും അതിലേക്ക് അടുക്കുക പോലും നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുന്ന ആ വാതിലിനെ അടക്കുന്ന രൂപത്തിലുള്ള ഒരു പണിയും നമ്മൾ ചെയ്യരുത്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഹലാലാക്കിയ കാര്യങ്ങളെ അടക്കുന്ന, അതിനോട് ആളുകൾക്ക് ലജ്ജ ഉണ്ടാക്കുന്ന, അതിനോട് ആളുകൾക്ക് വിമുഖത ഉണ്ടാക്കുന്ന ഒരു കൾച്ചറിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതില്ല. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബുഹ. അങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, അവിടെ അരാജകത്വം, അവിടെ അസന്തുലിതത്വം എല്ലാം ആ സമൂഹത്തിൽ ഉയർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് ഈ അർത്ഥത്തിലുള്ള പരാമർശങ്ങൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധം അതിനെ ഊഷ്മളമാക്കേണ്ട ആവശ്യകത റമദാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞു? അതിന് മറ്റൊരു കാരണം പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ഈമാൻ ഏറ്റവും കൂടുതൽ അധികരിക്കുന്ന ഒരു സമയം അത് റമദാനാണ്. നമ്മുടെ ഈമാൻ അധികരിക്കുമ്പോൾ, കൂടുതൽ വിശ്വാസ്യത, നമ്മുടെ ഹൃദയം കൂടുതൽ പരിശുദ്ധമാകുമ്പോൾ ഹലാലുകളോടുള്ള ആകർഷണീയത നമുക്ക് കൂടുന്നുള്ളതാണ്. ഹലാലുകളിലെ ആസ്വാദനം നമുക്ക് കൂടുന്നുള്ളതാണ്. ഇനി നമ്മളെ ഹൃദയം കറപിടിച്ചതാകുമ്പോൾ, നമ്മൾ ഒരുപാട് ഹറാമുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അനുവദിച്ചു തന്ന ഹലാലുകളിലെ രസങ്ങളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് തിരികെ എടുക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള അനുഭൂതിയും നമുക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് റമദാനുമായി ഇതിനെ ബന്ധപ്പെടുത്തിയെന്നുള്ളത്. അപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിൽ ഈ രൂപത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാക്കാനുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ മവദ്ദത്തും റഹ്മത്തും ഉൾക്കൊണ്ടിട്ടുള്ള സക്കീനത്ത് നമുക്ക് സമ്മാനിക്കുന്ന ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു നാം ഏവരെയും തുണക്കുമാറാകട്ടെ. അങ്ങനെ വരും തലമുറക്ക് ആർത്ഥത്തിലൊരു മാതൃക കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.